ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും നിമിഷപ്രിയയുടെ കാര്യം കൊണ്ട് തന്നെയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ട് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ്. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഇനി നിമിഷപ്രിയയ്ക്കുള്ളത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. മോചനത്തിന് സാധ്യമാവുന്നതെല്ലാം ചെയ്യാനായിട്ട് ഉറ്റവരും അധികൃതരും കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. പക്ഷേ ആ ഒരു തലാലിൻ്റെ കുടുംബം എന്തും ഏതിനും അടുക്കാത്തൊരു രീതിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ഇതുവരെ ബ്ലഡ് മണി സ്വീകരിക്കാനുള്ള ഒരു വിട്ടുവീഴ്ചയും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ചർച്ചകളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തലാലിൻ്റെ കുടുംബം ഒന്നിനും വഴങ്ങാത്തത് കൊണ്ട് ഈ ഒരു ശിക്ഷാവിധി ഒന്ന് മാറ്റിവെക്കാൻ കുറച്ചുകൂടി നീട്ടിക്കിട്ടാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ അവസാന പരിശ്രമമായിട്ട് അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് പുറം രാജ്യത്ത് പോയി വധശിക്ഷ കിട്ടുന്ന ആളല്ല നിമിഷപ്രിയ. ഇതിനു മുമ്പും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറം രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിച്ച ആൾക്കാരുണ്ട്. അവരിൽ ചിലർക്കൊക്കെ വധശിക്ഷ നടപ്പാക്കിയിട്ടുമുണ്ട്. ചിലർക്ക് ബ്ലഡ് മണി സ്വീകരിച്ച് ആ ഒരു കുടുംബം, കൊല്ലപ്പെട്ട ആളുടെ കുടുംബം മാപ്പ് കൊടുത്തതുകൊണ്ട് തിരികെ ജീവിതത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരു പ്രതീക്ഷയോടെയാണ് കേരളം ഈ ഒരു നിമിഷപ്രിയയുടെ കാര്യത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും നിമിഷപ്രിയയുടെ വിധി എന്നറിയാനായിട്ട് ഒരു രാജ്യമാകെ കണ്ണു നട്ട് കാത്തിരിക്കും. ഏറ്റവും അവസാനത്തെ ഒരു വഴിയായിട്ട് എല്ലാവരും കാണുന്നത് കാന്തപുരം മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള തൻ്റെ സുഹൃത്തായ ഒരു സൂഫി പണ്ഡിതനുമായിട്ട് സംസാരിച്ച് തലാലിൻ്റെ കുടുംബവുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഇന്നലെ അവർക്ക് ലഭിക്കുകയുണ്ടായി. അതിലൂടെ ഈ ഒരു ബ്ലഡ് മണി സ്വീകരിക്കാനുള്ള എന്തെങ്കിലും ഒരു മനസ്സ് മാറാനുള്ള ഒരു ചാൻസ് ഈ ഒരു തലാലിൻ്റെ കുടുംബത്തിനുണ്ടോ എന്നുള്ള കാര്യത്തിലൂടെ അവരെ ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയും അവർ ഈ ഒരു ബ്ലഡ് മണി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർക്ക് അതിനുള്ളൊരു താല്പര്യം കാണിക്കുന്നില്ല. എന്നാലും അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു ജീവന്റെ വിലയല്ലേ. തലാലിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ തങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ കൊല്ലുക മാത്രമല്ല, വെട്ടി 110 കഷ്ണങ്ങളാക്കി മുറിച്ച് ആ ഒരു മൃതദേഹം മറവ് ചെയ്യാനായിട്ട്, ഒളിപ്പിക്കാനായിട്ട് വാട്ടർ ടാങ്കിൽ ഇടുകയാണ് ചെയ്തത്. നമ്മൾ ആരായാലും ഈ ഒരു ക്രൂരതയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമൊന്നുമില്ല. അയാൾ എത്ര ക്രൂരനാണെന്ന് പറഞ്ഞാലും ഇപ്പം ഇങ്ങനെ മൃതദേഹത്തോണ്ട് പോലും കാണിച്ച ക്രൂരത, വെട്ടി 110 കഷ്ണങ്ങളാക്കിയാണ് വാട്ടർ ടാങ്കിലേക്ക് ഇട്ടത്. ആ ഒരു മനസ്സിൻ്റെ വിങ്ങല്, അതായത് തൻ്റെ ഫാമിലിയിലുള്ള ഒരാളെ, തൻ്റെ കുടുംബത്തിലുള്ള ഒരാളെ 110 കഷ്ണങ്ങളാക്കി വെട്ടി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു എന്നൊക്കെ പറയുമ്പം അതൊരു തീരാത്ത വേദന തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു തലാലിൻ്റെ കുടുംബം ഇതുവരെ ഈ ഒരു ബ്ലഡ് മണി വാങ്ങാനായിട്ട് വിസമ്മതിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾക്കതിൽ കുറ്റം പറയാനൊന്നും പറ്റില്ല. എങ്കിലും ജീവിച്ചിരിക്കുന്ന ആളുടെ, നിമിഷപ്രിയയുടെ ജീവന് ഒരു ജീവന്റെ വില എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോഴും ഇവരെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നിമിഷപ്രിയ ചെയ്തത് ക്രൂരത തന്നെയാണ്. കാരണം ഒരു മനുഷ്യനെ കൊന്ന് ആ ഒരു മനുഷ്യൻ്റെ ബോഡി 110 കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാൾ മരിച്ചാൽ ആ ഒരു ഡെഡ് ബോഡിക്ക് വേണ്ടത്ര റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ശവം അടക്കാറൊക്കെ ഉള്ളത്. പക്ഷേ ഇവർക്ക് അതുപോലും സാധിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു പകയും ദേഷ്യവും എല്ലാം ഈ ഒരു തലാലിൻ്റെ കുടുംബത്തിന് അവരോടുണ്ടാവും. എന്നിരുന്നാൽ കൂടി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നിമിഷപ്രിയയ്ക്ക് രക്ഷപ്പെടാൻ കഴിയട്ടെ. കാരണം ഇത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി. ഇനിയിപ്പം അവർക്ക്, നിമിഷപ്രിയയ്ക്ക് ഈ ഒരു വധശിക്ഷ റദ്ദാക്കിയാലും അവർക്ക് 18 വർഷമോ 20 വർഷമോ ഒക്കെ ജയിൽ ശിക്ഷ ഉണ്ടാവും. കാരണം ക്രൂരമായ കൊലപാതകം തന്നെയാണ്. എങ്കിലും വധശിക്ഷയിൽ നിന്നും ഒന്ന് മാറ്റി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും രാജ്യം. എന്തായാലും നിമിഷപ്രിയയ്ക്ക് മോചനം കിട്ടട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തിൻ്റെ അവസാനം കാണാൻ പറ്റും. നിമിഷപ്രിയയ്ക്ക് മോചനം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും.
എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, കുറച്ചെങ്കിലും നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസും കൂടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.